ഗായ്സ്, അപ്പം വെൽക്കം ബാക്ക് ടു ദ വൈൽഡ് ക്രാഫ്റ്റ്. അപ്പോൾ നമ്മൾ പിന്നെയും ഇന്ന് കളിക്കുമ്പോൾ നമ്മുടെ ചീറ്റപ്പുലിയായിട്ടാണ്. ഇന്നാളെ ചത്തുകൊണ്ട് തന്നെ നമുക്കൊരു ശരിക്കും ഒരു വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അതേ കറങ്ങുന്ന ഹെലികോപ്റ്റർ ചീറ്റപ്പുലിയായിട്ട് നമ്മൾ പിന്നെയും വന്നു ഗായ്സ്. അപ്പം വീഡിയോയിലോട്ട് കിടക്കാം ഗായ്സ്. നമുക്ക് കുറച്ച് മാനെ വേട്ടയാടാം. അതിനു മുമ്പ് തന്നെ നമുക്ക് നമ്മുടെ സ്കിൻ മാറ്റാം ഗായ്സ്. ഈ വെള്ള സ്കിന്നാണ് കൊള്ളാവുന്നത്, ഈ നോർമൽ ചീറ്റയുടെ ടൈപ്പ് സ്കിന്നാണ് കൊള്ളാവുന്നത്, അതോ നമ്മുടെ ബ്ലാക്ക് ചീറ്റയുടെയാണ് കൊള്ളാവുന്നത് ഗൈസ്. എന്തായാലും ഒരു മാൻപിടുപ്പ് നിർത്താം. ഏത് മാന് നമ്മൾ എവിടെ വെച്ചിരിക്കുന്നത്? ഇതിൻ്റെ വെള്ളത്തിൽ കൂടെ ഒക്കെ മാൻ ഇത്ര പിടിക്കുന്നേ, ഇത് വിട്ടമില്ല. എന്തായാലും മാനിയും നമ്മൾ പിടിക്കും. ശരി, പന്നി കണ്ടാൽ പ്രശ്നമാവും. എന്തായാലും ഈ മാന് പൊട്ടമാനാണ്. എന്തായാലും ഇതിനെ കിട്ടുമ്പോൾ നമ്മുടെ ലെവലപ്പം ആവുമെന്ന് നോക്കാം. എന്നിട്ട് വേണം ഒരു പൊളി കളിക്കാൻ. നമുക്ക് ഗൈസ് നമുക്ക് അടിക്കാം. ഓ ഗൈസ്, നമ്മുടെ എനർജി ഇവൻ കളയുന്നുണ്ട് നല്ലോണം. ചീത്തയ്ക്ക് എനിക്കൊന്ന് അടിക്കുമ്പോൾ എനർജി വേണം. നമ്മുടെ എനിക്കറിയത്തില്ല പുതിയ അപ്ഡേഷൻ്റെ ആണോ, നേരത്തെ ഒന്നും ഇങ്ങനെ ഇല്ലായിരുന്നു ഗൈസ്. എന്തായാലും കൊള്ളാം. എന്തായാലും നമ്മളിന്ന് മാനെ പിടിച്ചിട്ട് കഴിയും, ബാക്കി പരിപാടികൾ. അയ്യോ കറങ്ങോ, വട്ടം തലം കറക്കുവാണല്ലോ. ഇങ്ങനെ കറങ്ങാൻ ഞാൻ വിടൂല. അത്ര കഴിയും. ഇപ്പോൾ തരാം. എന്ത് പറ്റി? ഈ മാനെന്നെ കളിപ്പിക്കുമല്ലേ ഗൈസ്. അതെൻ്റെ പൊട്ട പിന്നെ എൻ്റെ അടുത്തോട്ട് വന്നിട്ട് പോകും. ഇവൻ്റെ ഹെൽത്ത് ഇപ്പോൾ പറ്റിയ ടൈം ഗൈസ്. ഗൈസ് മാൻ ചത്ത് വെച്ചു. ലീസ് എന്നാണ്ട് കിട്ടി, എന്നാണ്ട് സാധനം ചത്ത് ഗൈസ് മാൻ. നമ്മൾ ഇത്തവണ ലെവൽ 4 ആയി ഗൈസ്. നമുക്ക് ഇനിയും മാനെ പിടിക്കാം ഗൈസ്. ആരെയാണെന്ന് ഞാൻ ഇട്ടിരിക്കുന്നത് വെച്ചാൽ ഇവനെ തന്നെ. ഈസ് ടൈം ഫോർ അടിക്കുക. ചീറ്റയുടെ അടിയുടെ പവർ വേറെ ഒന്നുമില്ല. ഇവൻ നൈസായിട്ട് നമ്മുടെ ഹെൽത്ത് നമ്മുടെ ഇത് തീർത്തിട്ടുണ്ട്. എന്താ എനർജി ആണ്ടോ. നമുക്ക് ഈ എനർജി അങ്ങോട്ട് കയറ്റിയിട്ട് അവനെ പേടിക്കാൻ അത്യാവശ്യം എനർജി കയറി. ഈ അടി, ഈ കൈ പൊക്കി വരുന്ന അടിക്ക് ക്രിട്ടിക്കൽ അറ്റാക്ക് എന്നാണ് പറഞ്ഞത്. അതിൻ്റെ അടുത്ത് ഭയങ്കര പവറാണ് തോന്നുന്നത്. അത് തന്നെ. എന്തൊക്കെ കഷ്ടപ്പാടായിട്ട് കുഞ്ഞു ഈറ്റപ്പുലിക്ക് മാനെ പിടിക്കാൻ. അവിടെ മിസ്സാവും മിക്ക അറ്റാക്കും. സ്റ്റാമിന തീർന്നു. നീ അങ്ങനെ മുങ്ങത്തില്ല, എന്തായാലും മുങ്ങത്തില്ല. എൻ്റെ കയ്യിൽ എൻ്റെ വായി തന്നെ വരും ഒരു ദിവസം. വരുന്നുണ്ട് ദേ, വായി കയറി വരുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക ഞാൻ ഉണ്ടത്. ഇത്രയ്ക്ക് വേണം. ഒരു ദിവസം എന്തായാലും നീ എൻ്റെ കൈ പെടും. പിന്നെ എന്നത്തിന് വെറുതെ കൊടുക്കുന്നു. ഇനി അടുത്ത അടിയിൽ നീ ചാവും. എൻ്റെ വലിയ അടി ഇനി വരും. നീ കത്തു. നീ അവൻ ഓടുന്നുണ്ടല്ലോ ഒരു ഹെൽത്ത്. നീ ഒരു ഹെൽത്തും കൊണ്ട് നിനക്ക് എന്തെടുക്കാനാ? പൊട്ടയാണ് തോന്നുന്നു. ഞാൻ ചത്തു വെച്ചു ഗൈസ്. ഇനി അടുത്ത മാനെ പിടിക്കാം ഗൈസ്. ഈ മാൻ്റെ ലാസ്റ്റ് ഡേ അല്ല. നമുക്കിനി മാനെ പിടിക്കാമോ അതോ ഫ്ലിംഗോനെ പിടിക്കാം? ഇനി നാളെ കമൻറ്റ് ചെയ്തു. എന്തായാലും പന്നിയുടെ മുമ്പിലോട്ടാണ് എന്നെ മാൻ കൊണ്ടുപോകുന്നത്. ഇതിനടുത്തില്ല പണി കിട്ടാൻ. പന്നിയുടെ മുമ്പിൽ തന്നെ വായിക്കാത്ത തന്നെ പോയി കയറി കൊടുക്കുന്നത്. അത് തന്നെ പന്നി കളയും. ഞാൻ ചത്തേ കളിച്ചു. അങ്ങനെ നീ നിൻ്റെ വഴിക്ക് വഴിക്ക് ഞാൻ എൻ്റെ വഴിക്ക് പോകും. എൻ്റെ പറയാം. എന്തായാലും കൊള്ളാം ഗൈസ്. അപ്പം എല്ലാവർക്കും ബൈ ബൈ. നമ്മുടെ ഇനിയും ഇതുപോലത്തെ ചീറ്റ വീഡിയോസ് വേണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഗൈസ്. ഒരു കുഞ്ഞു പരിപാടിയും കൂടെ ഉണ്ട്. നമുക്കിനി ഇതറിയാം. ഇത് തന്നെ നടക്കുന്നു. ഭർത്താവും ഭാര്യ അടി തന്നെയാണ്. ഇത് തന്നെയാണ് അവസ്ഥ. ഭർത്താവും നല്ല കർത്താവും ഭാര്യ കൊടുക്കും. സക്സസ്ഫുൾ ബോണ്ടിടുന്ന പോയി യൂന്നല്ലേ ഇതുണ്ട്. ചീറ്റ
വരുന്നുണ്ട് ചീറ്റി. ആ ഇട്ടേക്ക്. ഒന്നും എനിക്ക് ചെയ്യാൻ ഞാൻ ഗെയിം കൂടെ കളിച്ചു